ഇതൊക്കെ ആര് കാണാൻ, ആരോട് പറയാനല്ലേ? പറഞ്ഞാലോ മൃഗങ്ങളല്ലേ, അവർക്കും ജീവിക്കണ്ടേന്ന് പറയും. പക്ഷേ എന്നാലും നമ്മുടെ മുറ്റത്തൊക്കെ നട്ടത് ഇതുപോലെയൊക്കെ നമ്മളെ ദ്രോഹിച്ചിട്ട് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ദ്രോഹമല്ലേ? ഒരു 3-4 ചുവട് കപ്പ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അത് അതിലൊരു ചുവട് ഇന്നലെ പറിച്ച് ഇതുപോലെ എന്താ പറയണ്ടേ നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല വൃത്തിയും ബുദ്ധിയും ഉള്ള ടീമാണ് വന്നത്. കുറേയൊക്കെ പൊളിച്ച് കഴിച്ചിട്ടാണ് പോയത്. അപ്പം പൊളിച്ച് കഴിച്ചപ്പോഴത്തേക്ക് നേരം വെളുത്താണോ അതോ ഇനി നാളത്തേക്ക് ബാക്കി കരുതി വെച്ചാണോ എന്നറിയില്ല. ബാക്കി ഒരു 4 ചുവട് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെന്നോടാണോ കളി? ഞാൻ ആ 4 ചുവടും ഒന്നിച്ചിങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീടിന് ചുറ്റും മുറ്റത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ജൈവവളമൊക്കെ ഇട്ട് വളർത്തി കൊണ്ടുവരുന്നതൊക്കെ ഇവരിതുപോലെ പറിച്ച് നശിപ്പിച്ചും തിന്നിട്ടും ഒക്കെ പോവും. നമ്മൾ എന്നിട്ട് രാസവളങ്ങളൊക്കെ ഇട്ട കപ്പ വാങ്ങി കൊതി വരുമ്പോൾ വാങ്ങി കഴിച്ചോളുക. അപ്പോൾ ഈ 4 ചുവടിൽ നിന്ന് എനിക്ക് ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതാണ് ഇന്നും വന്നിട്ട് അവർ ബാക്കി പറിക്കാൻ വെച്ചിട്ട് പോയത്. ഇന്ന് കാണാമല്ലോ ബാക്കി രസം. എന്തായാലും വരും, വരാതിരിക്കില്ല.